ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്, ചിക്കൻ കൊണ്ടാട്ടം. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ 1/2 കിലോ ചിക്കൻ വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ പുരട്ടി വെക്കാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇത്രയും എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അരമുറി നാരങ്ങയുടെ നീര്. പിന്നെ നമുക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് പുരട്ടിയെടുക്കാം. അപ്പൊ ചിക്കൻ എല്ലാം നന്നായിട്ട് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 30 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ പുരട്ടി വെച്ച് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം. ചിക്കൻ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ്റെ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. നമ്മൾ ചിക്കൻ എല്ലാം വറുത്ത് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ആ വറുത്ത എണ്ണ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് അതിൽ തന്നെയാണ് നമ്മളിത് സവോള വഴറ്റിയെടുക്കാൻ പോകുന്നത്. ഞാനിവിടെ 2 മീഡിയം സവോള ചെറിയ സ്ലൈസുകളായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ചുമന്നുള്ളിയും യൂസ് ചെയ്യാവുന്നതാണ്. സവാള ഞാൻ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. നമുക്ക് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിക്കാം. തീ ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോള നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കണം. സവാള നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്.
വളരെ കുറച്ച് വെക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം. ഇനി നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇനി ഇതിലേക്ക് 3/4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ എല്ലാം ഒരു പച്ചമണം മാറാൻ വേണ്ടി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി ഉപ്പ് നമ്മൾ ചിക്കനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കെച്ചപ്പ് ഇട്ട് കൊടുക്കാം. ടൊമാറ്റോ കെച്ചപ്പാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഇളക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സർവിംഗ് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾക്ക് സ്റ്റാർട്ടറിൻ്റെ കൂടെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.